മുറുക്കാറുണ്ടല്ലേ പല്ല് ചിരി കണ്ട അല്ല പണ്ട് മുതലേ മുറുക്കൂ കൊച്ചിലേ മുതൽ. അപ്പൊ അങ്ങനെ മുറുക്കിയാണ് മുറുക്കാൻ കച്ചവടം തുടങ്ങിയത്. അമ്മയ്ക്ക് മുറുക്കാൻ കച്ചവടം ഉണ്ട്. ആ കച്ചവടം മോൾ ഏറ്റെടുത്തു. എത്ര വർഷമായിട്ട് മുറുക്കാൻ കച്ചവടം ചെയ്യുന്നു? എത്ര വർഷമായി? ആ അമ്മയ്ക്ക് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു. കടകട മാർക്കറ്റ് തന്നെ. ഇവിടെ അടുത്ത് തന്നെ അമ്മച്ചിയുടെ വീട്? കൊണ്ണി അല്ലേ, അടുത്ത് തന്നെ. ശരി. ഈ വെറ്റക്കൊടിയൊക്കെ ഇവിടെ ഉണ്ടോ? അവരെവിടെ നിന്ന് കൊണ്ടുവരുന്നു? ആ, കൃഷി ചെയ്യുന്നവരിവിടെ കൊണ്ടുതരും. അപ്പൊ നമ്മുടെ ആവശ്യാനുസരിച്ച് നമ്മൾ ഒരു കെട്ട് വെറ്റ വാങ്ങിക്കും അല്ലേ? ശരി. അടയ്ക്ക അതുപോലെ തന്നെ? അടയ്ക്ക തമിഴ്നാട്ടില, വടക്കൻ കേരളത്തിൽ വയനാട് പാലക്കാടൊക്കെ ആവശ്യം പോലെ ഉണ്ട്. ഇവിടെ കുറവാണ്. ഇവിടെ കുറവാണ്. അതെ. ആർക്കെങ്കിലുമൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കാട്ടാക്കട മാർക്കറ്റിൽ കൂടെ വന്നപ്പോഴേ ഒരു അമ്മച്ചി ഇങ്ങനെ കുറച്ച് വെറ്റിലയും പാക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അമ്മച്ചിയുടെ ഇരുത്തം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൗതുകം, 2 വാക്ക് സംസാരിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ആ ചിരി കണ്ടോ? അപ്പോൾ എന്താ അമ്മച്ചിയുടെ പേരെന്തുവാ? തങ്കം. തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എന്നാണ് അർത്ഥം അല്ലേ? തങ്കം പോലത്തെ മനസ്സാണെന്നൊക്കെ പറയും. അങ്ങനെയാണോ? തങ്കം പോലത്തെ മനസ്സാണോ? പിന്നെ ഇതെന്തുവാന്ന്? ഉമിക്കരിയുണ്ട്. നല്ലതാ, കാരണം ഈ മുറുക്കിയിട്ടേ വല്ലൊക്കെ ചീത്തയാകുമ്പോഴത്തേക്കൊന്നും ഉമിക്കരി വെച്ച് വല്ല് തയ്ക്കുകയും ചെയ്ത് വൃത്തിയാക്കാമല്ലോ. അത് കൊള്ളാം. അപ്പൊ ഇപ്പൊ അത്ര 10 വയസ്സ് മുതലേ ഇങ്ങനെ ഈ കച്ചവടമാണ് പരിപാടി. ഇത് ഇവിടെ ഇരിക്കാം. നമ്മൾ എത്ര സമയം വരെ ഉണ്ട്? 2:30 വരെ ഇരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോകും എല്ലാ ദിവസവും. ഇവിടെ കാട്ടാക്കട മാർക്കറ്റ് പ്രധാനമായിട്ടും വ്യാഴം തിങ്കളുമാണ് പ്രധാനമായിട്ട്. ഇന്നിപ്പോ വെള്ളിയാഴ്ച വലിയ തിരക്കില്ല. തിരക്കുള്ള ദിവസം നല്ല കച്ചവടം ഉണ്ടോ? അത്യാവശ്യമൊക്കെ സമ്പാദിച്ചോ? അതൊന്നുമില്ല. ആരും ഉണ്ട്? എന്തിനോ? മക്കൾ എത്ര പേരുണ്ട്? 3 മോളും 1 മോനും. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ്? ഒരു മോള് വയ്യ, വീട്ടിൽ തന്നെ ആണല്ലേ? അത് മൂന്നതിന് ശേഷമാണോ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? വയസ്സായപ്പോഴാണ് അങ്ങനെ ആയത്. ശരി ശരി ശരി. അപ്പൊ അങ്ങനെ ഒരു ദുഃഖമുണ്ട്. എഴുതാക്കാനൊന്നും പറ്റത്തില്ല. നടക്കാൻ പറ്റും. ശരി ശരി. ചികിത്സ ഉണ്ട്? ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ നമ്മൾ തന്നെ, നമ്മുടെ അധ്വാനം തന്നെ. മോനെന്ത് ചെയ്യുന്നു? മേശരി പണിയുണ്ട്. അയാള് കല്യാണം കഴിച്ചു, കുടുംബമുണ്ട്. എന്തായാലും സന്തോഷമായിട്ട് കഴിയുന്നല്ലോ. വീട്ടിലാരുണ്ട്? അമ്മയുടെ കൂടെ ആരാ? മോളും ഉണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. അവര് നോക്കുള്ളൂ. നമ്മൾ 2:30 വന്നു കഴിഞ്ഞാൽ വിശ്രമമാണ്. വെളുപ്പിന് എപ്പോൾ എത്തും? വെളുപ്പിന് 2:30 വരും. അല്ലാത്ത ദിവസം 6:30. ഇന്നിപ്പോ 6 കഴിഞ്ഞപ്പോഴെത്തിയതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഇപ്പൊ ഈ വെറ്റയൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ വില? ഒരു കെട്ടിനോ? ഇപ്പൊ നമ്മളിപ്പോ ഈ ചില്ലറ വന്ന് വാങ്ങിക്കുന്നവർക്ക് എങ്ങനെയാണോ? ഞങ്ങളിത് വാങ്ങിക്കുന്ന എപ്പോഴാന്നറിയാം? ഡാൻസിന് ദക്ഷിണ കൊടുക്കാൻ. അല്ല, ഇവിടെയും എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ അടുത്ത്, ഞാൻ എറണാകുളത്തല്ലേ, ഇവിടെ നിന്ന് ചന്തമുള്ള വെറ്റിലേയും നോക്കി നല്ല സൗന്ദര്യമുള്ള അടയ്ക്കയൊക്കെ വാങ്ങിച്ച് നമ്മളതെടുക്കും. അപ്പൊ അങ്ങനെ വർഷങ്ങളായിട്ട് അടയ്ക്കയും ഉമിക്കരി ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളെ സീരിയൽ ചേരണോ അമ്മയ്ക്ക്? നമ്മൾ സ്വന്തം സീരിയലാണ് ഇത് തന്നെ. സീരിയൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വാത്സല്യം, സി കേരളം. നമ്മുടെ ഇത് കച്ചവടത്തിനിടയിലും TV ഒക്കെ കാണുന്ന ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മച്ചിക്ക് സന്തോഷം തന്നെ, ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അങ്ങനെ വിചാരിക്കാം. അപ്പോൾ മുറുക്കാനും ഉമിക്കരിയാണ് പ്രധാനം, വേറെ ഐറ്റംസ് ഒന്നുമില്ല ഇത്രയും കാലമായിട്ട്. ഇത് വാടി വല്ലതും പോയി നഷ്ടം വരും. അഴുകി പോകും. അപ്പൊ അങ്ങനെ നഷ്ടം വരാറുണ്ട്.
ചിലപ്പോഴൊക്കെ അപ്പൊ അതിനനുസരിച്ച് എടുക്കൂ. അതനുസരിച്ച് എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കച്ചവടം. അപ്പൊ ഞാനിങ്ങനെ കാട്ടാക്കട വഴി ഇങ്ങനെ സഞ്ചരിച്ചപ്പോ കാട്ടാക്കട മാർക്കറ്റ് ഉണ്ട്, ഇന്ന് കയറി കണ്ടു കളയാന്ന് വിചാരിച്ചു. വന്നപ്പോഴത്തേക്ക് ഇതായിരിക്കുന്നു തങ്കം പോലൊരു തങ്കം. ഇന്ന് രാവിലെ ഇത്തിരി അത്യാവശ്യം കച്ചവടം കാണുന്നോ? ഇല്ല, ഇന്ന് ആള് കുറവാണ്. കുറവാണ്. പിന്നെ വരുമ്പോ ഇരിക്കും. എന്തായാലും നമ്മൾ ഉച്ചവരെ ഇരിക്കും, എന്തായാലും കിട്ടണ്ടെന്ന് വിചാരിച്ചല്ലേ. വീട്ടിൽ ഇരിക്കാതെ ഈ മുറുക്കുന്നവർ എന്നാന്ന് വാങ്ങിക്കുന്ന? ചെറിയ കടക്കാരൊന്നും വാങ്ങിക്കും, കടക്കാറ് ചെറിയ കടക്കാർ വാങ്ങിക്കും. അവരും വരും. അപ്പൊ അങ്ങനെ എന്തായാലും നല്ലത് നടക്കട്ടെ. ഞങ്ങളുടെ യാത്രക്കിടയിൽ അമ്മയെ പോലെ കുറച്ചു പേരെ കണ്ടു. എപ്പോഴും നല്ല ചിരി, എപ്പോഴും നല്ല ചിരി. ഒരു നമ്പർ 1 തരികിടാണ് പോകുന്നത്. നമ്പർ 1 തരികിടാതാ പോകുന്നത് കേട്ടോ. നമ്മളിവിടെ സംസാരിച്ച പറയാ തരികിടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കാശില്ലാന്ന് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അമ്മച്ചി ഭയങ്കര സ്ട്രിക്റ്റ് ആക്കരുത്. കടമില്ല, കടം അപകടം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ കൊടുക്കും അല്ലേ? നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണല്ലേ? മുറുക്കുന്നൊക്കെ സൂക്ഷിച്ചു വേണം. മുറുക്കുന്നൊക്കെ പല്ലിനൊക്കെ വായിക്കൊക്കെ കേടാവും. വയസ്സാം കാലത്ത് ആര് പറഞ്ഞു? വയസ്സാം കാലത്ത് മുറുക്കിയത് കൊണ്ടാണ് വയസ്സായത്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഇപ്പോഴും ഇരിക്കണ്ടല്ലോ. പറഞ്ഞാലൊന്നും മനസ്സിലായിട്ടില്ല. മുറുക്കിയും ഒക്കെ അങ്ങ് അടക്കുക. എന്നിട്ട് വയസ്സായില്ലേ ഇനിയിപ്പോ എന്താണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയുണ്ട് ഒരു 100 വയസ്സ് വരെ പോണ്ടേ? 100 വയസ്സ് വരെ രണ്ടുപേരോട് മത്സരിച്ചാണ് കച്ചവടം. രണ്ടുപേരും തമ്മിൽ അടിവല്ലം ഉണ്ട്. അപ്പുറത്തും രണ്ടുപേരും കൂട്ടുകാർ തന്നെ. നമുക്ക് കിട്ടണ്ട നമുക്ക്, അവിടെ കിട്ടണ്ട അവിടെ. അത്ര അങ്ങനെ പാടുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങള് സന്തോഷത്തോടെ പോട്ടെ. അമ്മച്ചിയുടെ ചിരിയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം, സ്നേഹം കേട്ടോ. ഈ ചിരി എന്നും ഉണ്ടാട്ടല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. അതെ നമ്മൾ ഈ ഇവിടെ നിന്നൊക്കെ വിളിയും പറച്ചിലുമാണ്. അവിടെ ടി വി വരുമോ? പച്ചക്കറി വല്ലതും ആരെങ്കിലും വന്ന് വാങ്ങിച്ചോ? അത് കേട്ടില്ല. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അമ്മമാര്, ചേട്ടന്മാര്, അനിയന്മാര്, കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് നാളെ കാണാം.